ആരായിരുന്നു മോഡ്രിച്ച്? അത് നമ്മൾ അറിയേണ്ടതുണ്ട്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്നിവർ ഫുട്ബോളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ മികവ് കൊണ്ട് ബാലൻഡോർ നേടിയ ഒരു മിഡ്ഫീൽഡറുടെ കഥ. തന്റെ നാട്ടിൽ യുദ്ധവും പട്ടിണിയും നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് തുടങ്ങി തന്റെ 40-ാം വയസ്സ് വരെ അദ്ദേഹം ഫുട്ബോളിനെ മനോഹരമാക്കിയെങ്കിൽ, തന്റെ മിഡ്ഫീൽഡർ സ്ഥാനം അവിടെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെ കുറിച്ചുമല്ല പറയുന്നത്, സാക്ഷാൽ ലുക്കാ മോഡ്രിച്ചിനെ കുറിച്ചാണ്. മോഡ്രിച്ചിന്റെ കഥ പറയുകയാണെങ്കിൽ, ക്രൊയേഷ്യൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുത്തശ്ശനെ ആ ഒരു യുദ്ധത്തിൽ വെടിവെച്ച് കൊന്നു. അതിനുശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഒരു സാധാരണ ഹോട്ടലിൽ അഭയാർത്ഥികളായി കഴിയുകയായിരുന്നു. ആ ഒരു സമയത്താണ് മോഡ്രിച്ച് അവിടെ പാർക്കിങ്ങിൽ കിടന്നിരുന്ന ഒരു പൊട്ടിയ പന്തുമായി ഫുട്ബോളിനെ തട്ടാൻ തുടങ്ങുന്നത്. ശരീരഭാരവും ഉയരവും കുറവാണെന്ന് പറഞ്ഞ് പല പ്രമുഖ ക്ലബ്ബുകളും അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു, അദ്ദേഹത്തെ കളിക്കാൻ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ ബോസ്നിയയുടെ പല കഠിനമായ മത്സരങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ അവർക്ക് ഇറക്കേണ്ടി വന്നു. ബോസ്നിയയുടെ കഠിനമായ മത്സരത്തിനൊടുവിൽ അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ ഇറക്കുകയും അദ്ദേഹം തന്റെ മികവ് അവിടെ തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം 2008 അദ്ദേഹത്തെ ടോട്ടൻഹാം അഥവാ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് ടീമിലെടുക്കുകയാണ്. അന്ന് മാധ്യമങ്ങൾ പറഞ്ഞു, ഇവൻക്ക് എന്ത് കൈയില്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഫിസിക്കൽ ഗെയിമിംഗ് അദ്ദേഹത്തിന് കഴിയില്ല എന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ മധ്യനിരയിൽ നിന്നുള്ള ആ ഒരു പാസുകൾ കൊണ്ട്, ആ മനോഹരമായ പാസുകൾ കൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പല വമ്പന്മാരെയും തോൽപ്പിക്കുകയും ആ മാധ്യമങ്ങളുടെ വായ അടപ്പിക്കുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം 2012 അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യുകയാണ്. സൈൻ ചെയ്യുമ്പോൾ അന്നത്തെ പല മാധ്യമങ്ങളും പറഞ്ഞു, ഈ വർഷത്തെ ഏറ്റവും മോശമായ സൈനിങ് ആണ് ലുക്കാ മോഡ്രിച്ചിന്റെ. പക്ഷേ അവർക്ക് തെറ്റി. 6 ചാമ്പ്യൻസ് ലീഗ് റയലിനൊപ്പം എടുത്ത മോഡ്രിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു മിഡ്ഫീൽഡർ സ്ഥാനം അവിടെ കെട്ടിപ്പടുത്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മിഡ്ഫീൽഡറുടെ കഥ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഡിബ്രൂയിനോട് കൂടെ നമ്മൾ ഓർക്കുന്ന ഒരു മുഖമാണ് ലുക്കാ മോഡ്രിച്ച് എന്ന് പറയുന്നത്. അദ്ദേഹം തന്റെ സഹതാരങ്ങളായ ടോണി ക്രൂസിനൊപ്പം കാസമിറോക്കൊപ്പം ആ റയലിന്റെ മിഡ്ഫീൽഡർ സ്ഥാനം കെട്ടിപ്പടുത്തത് നമ്മളൊക്കെ കണ്ടതാണ്. അങ്ങനെ 2025 അദ്ദേഹത്തിന്റെ റയലിലെ ആ ഒരു മനോഹരമായ കളിശൈലികൾക്ക് ശേഷം അദ്ദേഹം AC മിലാനിലേക്ക് ചേരുകയാണ്. 2025 തന്റെ 40-ാം വയസ്സിൽ പല വമ്പന്മാരും MLS സൗദി അറേബ്യ എന്ന് പറയുന്ന ടീമിലേക്ക് പോയപ്പോൾ ലുക്കാ മോഡ്രിച്ച് തെരഞ്ഞെടുത്തത് ഇറ്റാലിയൻ ലീഗിലെ AC മിലാൻ എന്ന ക്ലബ്ബാണ്. അവിടെയും അദ്ദേഹം തന്നെ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന്റെ മിലാനിലെ കളിരീതി ഒരിക്കലും ഒരു പ്രായമായ ഒരു മനുഷ്യന് കളിക്കുന്ന ശൈലിയല്ല. അദ്ദേഹം അവിടുത്തെ കളിയെ നിയന്ത്രിച്ചിരുന്നത് ലുക്കാ മോഡ്രിച്ച് ആയിരുന്നു. 2018 തന്റെ വേൾഡ് കപ്പ് കരിയറിൽ തന്നെ അദ്ദേഹത്തിന്റെ മികവ് കൊണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു ആധിപത്യം കൊണ്ട് അദ്ദേഹം തന്റെ ടീമിനെ, ക്രൊയേഷ്യ എന്ന് പറയുന്ന ആ ടീമിനെ വേൾഡ് കപ്പ് ഫൈനൽ കാണിച്ചു. അന്ന് 2018 പല വമ്പന്മാരും പറഞ്ഞു ആ ഒരു മോഡ്രിച്ചിന്റെ കഴിവിനെ കുറിച്ചും മോഡ്രിച്ചിന്റെ കളിരീതിയെ കുറിച്ചും. ഫ്രാൻസിനെ അത്രക്കും അവർ അവിടെ പിടിച്ചു നിർത്തിയെങ്കിൽ അതിനൊറ്റ പേര് ലുക്കാ മോഡ്രിച്ച് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. അന്ന് തന്നെ അദ്ദേഹത്തിന് ബാലൻഡോർ ലഭിക്കുകയും വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴത്തെ നടന്ന കളിയിൽ പോർച്ചുഗലിനെതിരെ അവരുടെ ടീം തോൽക്കുകയും ലുക്കാ മോഡ്രിച്ച് ഫുട്ബോളിൽ നിന്നും വിരമിക്കുകയും ചെയ്തു. തന്റെ ക്രൊയേഷ്യയിൽ നിന്ന് അദ്ദേഹം അവസാന കളി ആ പോർച്ചുഗലിനെതിരെ കളിക്കുകയും അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ ഫുട്ബോൾ ആരാധകനും മനസ്സ് നൂലഞ്ഞു. എന്തായാലും ഈ ഒരു മനുഷ്യൻ ഫുട്ബോളിനെ വിസ്മയിപ്പിച്ച, ഫുട്ബോളിന്റെ മാന്ത്രികത നമുക്ക് കാണിച്ചു തന്ന ആ ഒരു ലുക്കാ മോഡ്രിച്ച് എന്ന് പറയുന്ന പ്രതിഭാസം അങ്ങനെ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തെ നമ്മൾ എക്കാലത്തും ഓർക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹം ആ ഫുട്ബോളിനെ കാണിച്ചു തന്നവයි, ആ ഫുട്ബോളിന്റെ മധ്യനിരയെ അദ്ദേഹം ആ ഉയർത്തിക്കെട്ടിയവයි നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. എന്തായാലും ഇത് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ. സോ സൈനിങ് ഓഫ് മാജി സ്റ്റോറീസ്.